പണ്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാര് സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഇന്റർപ്രിട്ടേഷൻ വന്നപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങൾ വന്നതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. സ്ത്രീകളെ തളച്ചിടേണ്ടതാണ്, അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അവിടെയും പുരുഷന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. മാരേജ് ലൈഫിൽ ഇഷ്യൂസ് ഇല്ലാത്തവരായി ആരും കാണില്ല. ചെറിയ വഴക്കുകളെങ്കിലും കാണാത്തവരായി, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല. അത് കറക്റ്റാണ്. ഇത് എന്റെ കഥയാണ് കേട്ടോ, ഇത് സെയിം അനുഭവം അതിലൂടെ കടന്നു പോയിരിക്കുകയാണ് ഞാൻ എന്ന് പറയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടാവും. ഈ പറഞ്ഞ ഹിറ്റ് കോമ്പിനേഷനിൽ വന്ന സമയത്തും ലാസ്റ്റ് 2 സിനിമകൾ, രേഖാചിത്രത്തില് ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതിലെ കഥാപാത്രം വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള, ചെറിയ ഒരു ഭാഗമാണെങ്കിൽ പോലും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കിഷ്കിന്ധാ ഖണ്ഡത്തിലെ കഥാപാത്രമാണെങ്കിലും ഭയങ്കര നിഗൂഢതയുള്ള, ഭയങ്കര ഭാരമുള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പം തിരിച്ച് നിങ്ങളുടെ അസോസിയേഷനിലെ അടുത്ത സിനിമയാണ് വരുന്നത്. ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള യോണറുകൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന മലയാള സിനിമയിലേക്ക് വരുന്നൊരു സിനിമ കൂടിയാണ്. അതിലുണ്ടാവുന്ന ഒരു പ്രതീക്ഷ. ഇതില് പുതുമയുള്ള കുറെ കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ പല സാഹചര്യത്തിലും പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാര് സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഇന്റർപ്രിട്ടേഷൻ വന്നപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങൾ വന്നതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഏത് മഹാനായിക്കോട്ടെ, ചരിത്രം എടുത്ത് നോക്കിക്കോളൂ, അവരൊന്നും മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഇന്നും ഈ കാലഘട്ടത്തിലും ഇതിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ വളരെ കുഴപ്പമുള്ള രീതിയിൽ സ്ത്രീകളെ തളച്ചിടേണ്ടതാണ്, അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അവിടെയും പുരുഷന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ സ്ത്രീയുടെ കാര്യം മാത്രം പറയുമ്പോൾ, നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ പുരുഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യണം. നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് അവകാശങ്ങളെ കുറിച്ചാണ്. ഏത് രംഗത്തായാലും വിദ്യാർത്ഥികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം, അങ്ങനെ പോകുന്നു. തൊഴിലാളികളുടെ അവകാശം. ഇവിടെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും അവകാശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവടായിരിക്കണം, അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം. പക്ഷേ കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് പലപ്പോഴും പലരും മറക്കുന്നു. ഇവിടെ ഭാര്യയോ ഭർത്താവോ അവകാശത്തിനെ കുറിച്ച് മാത്രം പറയുകയും അവരുടെ കടമ കറക്റ്റായിട്ട് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഭാര്യയാണോ ഭർത്താവാണോ അതിന് കാരണം എന്നുള്ളത് സിനിമ കാണുമ്പം ഇതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രസകരമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഏതൊരാൾക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ വിഷയങ്ങൾ, അല്ല നമ്മുടെ സമൂഹത്തില് ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ വിഷയങ്ങൾ. മാരേജ് ലൈഫിൽ ഇഷ്യൂസ് ഇല്ലാത്തവരായി ആരും കാണില്ല. ചെറിയ വഴക്കുകളെങ്കിലും കാണാത്തവരായി, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസത്തെ വളർത്തുക, വലുതാക്കുക എന്നുള്ളത് ഒരു വലിയ വിപത്തായി മാറും. അവിടെ ജീവിതങ്ങൾ തകരും, ചിലർ ജീവൻ വരെ അവസാനിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾക്ക് ഒരു സിനിമയുടെ ഭാഷ്യം നൽകുകയാണ്. ഇതിവിടെ പോസിറ്റീവായിട്ടാണ്, നമ്മൾ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ഇതിനെക്കുറിച്ച് ഒരു ഡാർക്ക് പിക്ചർ അല്ല, രസകരമായി കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു കഥയായിട്ട് പറയുന്നത് കറക്റ്റാണ്, അത് കറക്റ്റാണ്, ഇത് എന്റെ കഥയാണ് കേട്ടോ, ഇത് സെയിം അനുഭവം അതിലൂടെ കടന്നു പോയിരിക്കുകയാണ് ഞാൻ എന്ന് പറയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നേരത്തെ ചന്ദ്ര സൂചിപ്പിച്ചതുപോലെ ആസിഫ് സെലക്ട് ചെയ്ത കഥ എന്നുള്ള രീതിയിൽ എന്റെ റിസ്ക് ഒക്കെ വളരെ കുറവാണ്, എന്റെ ആസിഫിന്റെ റിസ്ക് വളരെ കുറവാണ്. ആസിഫ് കുറേ ദിവസം ഇരുന്ന് കേട്ട കഥയാണ്, 4 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട കഥയാണ്. ഞാൻ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് കേട്ടു, എനിക്ക് ഓക്കെ. അപ്പോൾ ആസിഫ് അലി ഓക്കെ പറഞ്ഞപ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ചോയ്സും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പിന്നെ ഭാഗ്യവും തേടി വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നാൽ അതിനവിടെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ വേണം. നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ ഏത് സമയവും തെറ്റാം. ഇപ്പോ ആസിഫിന്റെ സെലക്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ ഞാനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ട്രോഫി എന്റെ കയ്യിൽ. മെസ്സി